ഈ കാണുന്ന രീതിയിൽ ഐസി റീബോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അധിക സമയവും കാര്യങ്ങളൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലെ ഐസി പക്കാ റീബോൾ ആക്കി എടുക്കാൻ പറ്റും. അല്ല ഗൈസ്, അപ്പോൾ ഐസി റീബോൾ ചെയ്യൽ എങ്ങനെ നോക്കിയാലോ? സോ അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതേപോലത്തെ ഒരു ടിഷ്യൂ ആണ്. അതായത് ഈ ഒരു ടിഷ്യൂ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ ഒരിക്കലും യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടിന്നർ ഉണ്ടാവും, അത് ടിന്നർ ജസ്റ്റ് ഒന്ന് ക്ലോത്തിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടിഷ്യൂവിൽ വൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതേപോലെ നോർമൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐസി ഡയറക്റ്റ് ഇതിൽ വെക്കാം. നമ്മൾ പുതിയ ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത ടിഷ്യൂ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ പുതിയ ടിഷ്യൂ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സ്റ്റെൻസിൽ നമ്മൾ പക്കാ ക്ലീൻ ആക്കി എടുക്കുക. ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. നമ്മൾ എല്ലാ സമയത്തും പ്രോപ്പറായിട്ടുള്ള സ്റ്റെൻസിൽ മാത്രം യൂസ് ചെയ്യാം. യൂണിവേഴ്സൽ സ്റ്റെൻസിനേക്കാളും നല്ലത് നമുക്ക് പ്രോപ്പർ സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അത് കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, 138 ആണോ 138 അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് 183 ആണോ, അതോ ഏതാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഐസി റീബോളിങ്ങിന് എപ്പോഴും നല്ലത് നമുക്ക് 183 ആണ്. സോ അതെന്ത് ചെയ്യുക, ഇതേപോലെ നോർമലി ഒരു ടിഷ്യൂലേക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നോൺ മാഗ്നറ്റ് ആയിട്ടുള്ളൊരു സാധനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐസിയുടെ മുകളിൽ വൈപ്പ് ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ ഓവർ ആക്കരുത്. ജസ്റ്റ് ഒരു 1-2 വട്ടം മാത്രം വൈപ്പ് ചെയ്യുക. നമ്മൾ ഈ അധികം നേരം വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഓവറായിട്ട്, അത് ചില ബോൾ വലുതും ചില ബോൾ ചെറുതൊക്കെ ആയിരിക്കുക. നമ്മൾ ഈ ഓവർ വൈപ്പ് ചെയ്യുമ്പോഴാണ്. നമ്മൾ നോർമലി ആവശ്യത്തിന് മാത്രം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്ലാസ് മെത്തേഡ് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ പീസ് എടുത്ത് ഇതേപോലെ മുകളിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഹീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഈ ഒരു ഇതേപോലത്തെ ട്യൂസർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ് നമുക്കത് ഹോൾഡ് ചെയ്യാൻ. ഇതുപോലെ ഒന്ന് ഡയറക്റ്റ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 340 ഹീറ്റും ഒരു 40 എയറും കൊടുത്താൽ മതി. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതേപോലെ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുക. ഒന്ന് സൂം ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ പറ്റും, ഇവിടെ നോർമൽ ഇത് ബോളായി വരും. ഒന്ന് ഹീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട്. അത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ മെൽറ്റ് അനുസരിച്ച് നമ്മുടെ ബ്ലോവറിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റി കൊടുക്കുക. നമ്മളൊരു കാരണവശാലും നമ്മൾ ഈ ഐസി ഹോൾഡ് ചെയ്തേക്കുന്ന ട്യൂസർ നമ്മൾ മൂവ് ആക്കാനോ നമ്മുടെ കൈ അവിടെ ഷെയ്ക്ക് ആവാനോ പാടില്ല. നമ്മളൊരു സ്ഥലത്ത് പ്രോപ്പർലി ഫിക്സ് ചെയ്താൽ അവിടെ നിന്ന് പിന്നെ അത് നമ്മൾ മൂവ് ആക്കാൻ പാടില്ല. ഇപ്പോൾ ടോട്ടൽ എല്ലാ ബോളും നമുക്ക് എന്താണ് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സ്പോട്ടിൽ എടുക്കരുത്. ജസ്റ്റ് ഒരു 4-5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം ആ ഒരു മെൽട്ടായിട്ടുള്ള ബോള് ഒന്ന് തിരിച്ച് രണ്ടാമതും സോളിഡ് ആവാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മളിത് മാറ്റി കൊടുക്കുക. ഒരു കാരണവശാലും ഡയറക്റ്റ് എന്നിട്ട് ഐസി റിമൂവ് ആക്കരുത്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നേരത്തെ ഹീറ്റ് അടിച്ച പോലെ തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബോളും കറക്റ്റ് ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഡയറക്റ്റ് ഇതേപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബോളോ കാര്യങ്ങളോ ഒന്നും ഡാമേജ് ഇല്ലാണ്ട് എല്ലാ ബോളും ഒരേ ലെവലിലായിട്ട് നിങ്ങൾക്ക് റീബോളിങ് കിട്ടും. ഡയറക്റ്റ് ഒന്ന് റിമൂവ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എല്ലാ ബോളും കറക്റ്റ് ഷേപ്പാണ്. ഒരു ബോളോ കാര്യങ്ങളോ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫ്ലെക്സ് ഇട്ടിട്ട് ഹീറ്റ് അടിച്ചാൽ എല്ലാ ബോളും കറക്റ്റ് ഒന്നുകൂടി ഒന്ന് അലൈൻ ആയിക്കോളും.